ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഫെബ്രുവരി മാസം കൂടെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ വരെ എത്തി. ഇനി ആകെ ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു മാസം കഴിയാൻ. എത്ര പെട്ടെന്നല്ലേ ഓരോ മാസമൊക്കെ പോകുന്ന പോക്ക്, ഭയങ്കര ഫാസ്റ്റ്. അപ്പോൾ മാർച്ച് മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ഈ മാസം അങ്ങനെ ഫോൺസ് ഇറങ്ങിയതിൽ ഭയങ്കര അധികം കുറവായിരുന്നു. കാരണം ഒരു 4-5 ഫോൺസ് മാത്രമേ ഈ ഒരു മാസം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അടുത്ത മാസം അനൗൺസ് ചെയ്ത ഫോൺസ് തന്നെ 5-6 ഫോൺസിൻ്റെ മേലെ ഓൾറെഡി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അത് കൂടാതെ വേറെയും ഒരുപാട് ഫോൺസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഫോൺസാണ് അടുത്ത മാസം വരുന്നത്? ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ അടുത്ത മാസം വരുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോൺ പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം ഇറങ്ങാൻ വേണ്ടി പോകുന്നത് നത്തിങ് ഫോൺ 3A-യും 3A Pro എന്ന 2 മോഡലുകളാണ് ഈ വരുന്ന മാർച്ച് 4-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ തന്നെ ഓൾറെഡി ലീക്കായിട്ട് വന്നിട്ടുണ്ട്. 2 ഫോണിൻ്റെ ഡിസൈൻ ഇതാണ്. നത്തിങ് ഫോൺ 3A-യും മറ്റ് 3A Pro ആണ്. ഡിസൈൻ വൈസ് അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു വെറൈറ്റി ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് കോമൺ ആയിട്ട് അവരുടെ ഫോൺ എങ്ങനെയാണോ അതിൻ്റെ ഒരു ക്യാമറ ലേഔട്ടിൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ അത് തന്നെയാണ്. പിന്നീട് സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ 3A-ലാണെങ്കിൽ ഒരു 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 15 MB ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതും 2x ടെലിഫോട്ടോ ആണ്. 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. 50 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ബോക്സിനകത്ത് കിട്ടത്തില്ല, നത്തിങ് ആണ്. പിന്നീട് 3A Pro ആണെങ്കിൽ ഒരു ക്യാമറയുടെ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അതായത് ഇവിടെ ആണെങ്കിൽ 15 MB ഒരു 3x ടെലിഫോട്ടാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 2 ഫോണും മാർച്ച് 4-ാം തീയതി വരുന്നുണ്ട്. അത്യാവശ്യം സ്പെസിഫിക്കേഷൻ വൈസൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസ് റേഞ്ചിൽ ഒരു 1 ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രൈസ് പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഫോണാണ് ഈ ഒരു മാസം വരുന്നത്. അതിനുശേഷം ഐക്യൂയുടെ നിയോ 10R എന്ന മോഡൽ 11-ാം തീയതി വരുന്നുണ്ട്. ഈ ഒരു ഫോണിലാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ തന്നെ ആമസോണിലെ പേജിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 1.7 മില്യൺ ആൻഡ് സ്കോറൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോണാണെന്നാണ് ഐക്യു അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 6400 mAh ബാറ്ററി ഉണ്ടാകും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. സോ 30,000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോണാണ് ഐക്യൂയുടെ നിയോ 10R എന്ന മോഡൽ. 11-ാം തീയതി ഈ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒഫീഷ്യലി ആമസോണിലെ പേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് സാംസങ്ങിൻ്റെ M15-ഉം M05 എന്ന 5G മോഡൽ, ഈ 2 ഫോൺസാണ് വരുന്നത്. ഇതിൽ M06 5G എന്ന മോഡൽ ഓൾറെഡി കഴിഞ്ഞ മാസം ഇറങ്ങിയ അല്ലെങ്കിൽ ഈ മാസം ഇറങ്ങിയ സാംസങ്ങിൻ്റെ F06 5G എന്ന മോഡലിൽ 10K റേഞ്ചിൽ അതിൻ്റെ ഒരു റീബ്രാൻഡഡ്, അതായത് പേര് മാറ്റി ഇറക്കുന്ന ഒരു മോഡൽ മാത്രമാണ്. ഡിസൈൻ വൈസും എല്ലാം സെയിം ആണ്, പ്രൈസ് അടക്കം സെയിം ആണ്. അപ്പോൾ അങ്ങനെ ഒരു M സീരീസ് F സീരീസ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ F സീരീസ് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണ് വരുന്നത്, ഇത് ആമസോണിലാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലുണ്ടായ എല്ലാം ഇതിലും ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പിന്നീട് M16 ആണെങ്കിൽ അറൗണ്ട് ഒരു 50K റേഞ്ചിന് താഴെ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി M15 ആണെങ്കിൽ ആ പ്രൈസ് പോയിന്റിൽ 1 ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. ഒരു ബെസ്റ്റ് ടോപ്പ് 5 ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എന്തായാലും അതിലുണ്ടാകും. അങ്ങനത്തെ ഒരു മോഡലാണ് M15 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പുതിയൊരു മോഡലാണ് M16, നല്ലൊരു ഫോണായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക് വിത്ത് അഭിനവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് സാംസങ്ങിൻ്റെ A സീരീസിലും ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. അതായത് സാംസങ് ഗാലക്സി A26 വരുന്നുണ്ട്, A36 വരുന്നുണ്ട്, A56 എന്ന മോഡലും കൂടെ വരുന്നുണ്ട്. ഇതിൽ A26-ലാണെങ്കിൽ എക്സിനോസിൻ്റെ 1380 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് A36-ലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന ചിപ്സെറ്റ് ഉണ്ടാകും. A56-ലാണെങ്കിൽ എക്സിനോസിൻ്റെ 1580 ചിപ്സെറ്റും ആ ഒരു ഫോണിൽ ഉണ്ടാകും. ഇത് ഓൾറെഡി കൺഫേം ചെയ്ത കാര്യമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും ഒരു മാർച്ച് അവസാനത്തു കൂടി ഈ 3 ഫോൺസ് കൂടെ സാംസങ് പുറത്ത് വരുന്നതായിരിക്കും. A സീരീസ് ഫോണാണ്. സോ ഭയങ്കര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഓഫ്ലൈൻ സീരീസാണ്. ആ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സ്, അതായത് ഗാലക്സി A അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ബാക്കിയൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ A സീരീസാണ്.
പിന്നീട് വിവോയുടെ T4X എന്ന് പറഞ്ഞാൽ, അതായത് ഓൾറെഡി 12K റേഞ്ചിലെ വിവോയുടെ T3X ഒരു ബെസ്റ്റ് ഫോണായിരുന്നു. അതിൻ്റെ പുതിയ മോഡലാണ് T4X. ഇതേ ഫോൺ തന്നെ ഐക്യൂനുണ്ട്, ഐക്യൂയുടെ Z9X ഉണ്ട്. അപ്പം ഈ ഒരു ഫോൺ, അതായത് T4X ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഐക്യൂയുടെ Z10X എന്ന മോഡൽ കൂടെ വരും. ഇതിലാണെങ്കിൽ, അതായത് കാര്യമായിട്ട് വലിയ രീതിയിലുള്ള ഒന്നും ഇവർ റിവീൽ ചെയ്തിട്ടില്ല. ആകെപ്പാട് ഇതിലൊരു 6500 mAh ബാറ്ററി ഉണ്ടാകും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ഹൈ എൻഡ് ബാറ്ററി ഉള്ള ഫോണാണ് അത് വരും. അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടാകും. 1500 ചാർജ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. 44 കൊണ്ടൊന്നും എവിടെയും ഫാസ്റ്റ് ചാർജർ എന്ന് പറയാൻ വേണ്ടി പറ്റാത്തൊരു ലെവലാണ് ഈ ഇത്രയും ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് ഫോൺ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഒരു ഫസ്റ്റ് വീക്ക് ആ സമയത്തൊക്കെ എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. സെക്കൻഡ് വീക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും പോകത്തില്ല. ഓൾറെഡി ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ ഇതിൻ്റെ പേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് ഷവോമിയുടെ 15 Ultra എന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ, ബെസ്റ്റ് ഇൻ ക്യാമറ എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ഡിസൈനാണ്. ബാക്കിൽ ഫുൾ ക്യാമറ ആണ്, DSLR ക്യാമറ ലെൻസിൻ്റെ സൈസ് ഉണ്ട് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിൽ. അത്രക്കും വലിയ ക്യാമറ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ അറൗണ്ട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite ആയിരിക്കും ചിപ്സെറ്റൊക്കെ തന്നെ വരുന്നത്. 5410 mAh ബാറ്ററിയും 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാകും. ക്യാമറ ആണെങ്കിൽ 15 MB ട്രിപ്പിൾ റിയർ ക്യാമറയും 200 MB ക്യാമറയും റിയറിലുണ്ടാവും. പിന്നീട് 32 MB ഒക്കെയാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. സോ റിയർ ക്യാമറയിൽ ഒരു ടെലിഫോട്ടോ 200 MB പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാകും. അതായത് വിവോ X200 ഉണ്ടായ അതേ സെയിം സെറ്റപ്പ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. സോ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് കൂട്ടാം. പ്രൈസ് പോയിൻറ്റും ഓൾമോസ്റ്റ് ആ റേഞ്ചൊക്കെ തന്നെയാണ് വരാറ്. അപ്പോൾ ഷവോമിയുടെ 15 Ultra എങ്ങനെ ഉണ്ടാവും അത് ഇറങ്ങിയിട്ട് പറയാം. ഒരു ഗംഭീര ഫോൺ ആയിരിക്കും ക്യാമറ വൈസ് കിട്ടും. ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബെസ്റ്റ് ഫോൺ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇറങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അപ്പം ചെയ്യാം. പിന്നീട് ഗൂഗിളിൻ്റെ Pixel 9a ഫോൺ അടുത്ത മാസം മാർച്ച് പകുതിയോടുകൂടി ഇങ്ങനൊരു മോഡൽ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഒക്കെ തന്നെ ഓൾറെഡി വന്ന കാര്യമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലടേ, പഴയ പോലെ തന്നെയാണ്. പിന്നീട് സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ 6.2 ഇഞ്ച് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ഉണ്ടാകും. അതുപോലെ തന്നെ ടെൻസർ G4 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാകുന്നത്. 48 MB പ്ലസ് 13 MB റിയർ ക്യാമറ ഉണ്ടാകും. 13 MB സെൽഫി ക്യാമറ ഉണ്ടാകും. 5100 mAh ബാറ്ററി ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു 19-ാം തീയതി ഒക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒഫീഷ്യൽ അല്ല, എന്നാലും ആ സമയത്തൊക്കെ ആകുമ്പോൾ ഈ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന്. ഗൂഗിളിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ. അപ്പോൾ ഇത്രയും ഫോൺസാണ് അടുത്ത മാസം വരുന്നത്. ഇത് കൂടാതെയും ഒരുപാട് ഫോൺസ് ഒരു ബഡ്ജറ്റ് റേഞ്ചൊക്കെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ടാവും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കൂടാതെ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിൽ ഏത് ഫോണാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.